രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാ സജ്ജനങ്ങളെയും നമസ്കരിക്കുന്നു. വളരെ ധന്യമായ ഒരു വേദിയിൽ ഏറ്റവും അനുഗ്രഹീതമായൊരു നിമിഷത്തിലാണ് ഇരിക്കുന്നത് എന്ന അനുഭവമാണ്. സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ ഭാഗവതം പറയാൻ സാധിക്കുക എന്നുള്ളതിനെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഇനി 7 ദിവസം സ്വാമിജിയിൽ നിന്നും ഭാഗവതം ഇവിടെ ഇരുന്ന് കേൾക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാഹാത്മ്യ പ്രഭാഷണത്തിൻ്റെ മുന്നേ ഒരു 10 മിനിറ്റ് ഭാഗവതത്തെ പറ്റി സംസാരിക്കണം എന്ന് സ്വാമിജി പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഭാഗവതത്തെ പറ്റി ഒരു 10 മിനിറ്റ് ആചാര്യന്മാരിൽ നിന്നും കിട്ടിയത് പറയാം. ഭാഗവതം ഭഗവതഃ ഇദം, ഭഗവാന്റേത്, ഭഗവാനെ സംബന്ധിക്കുന്നതാണ് ഭാഗവതം. നേരത്തെ സ്വാമിജി പറഞ്ഞു ഭാഗവതത്തിൽ തന്നെ ഭാഗവതം എന്താണെന്ന് പലയിടങ്ങളിൽ പറയുന്നുണ്ട് എന്ന്. ഭാഗവതത്തിൽ അവസാനം എന്താണ് ഭാഗവതം എന്ന് സ്പഷ്ടമായി പറയുന്നുണ്ട്. 13-ാമത്തെ അധ്യായത്തിൽ, 12-ാം സ്കന്ധത്തിൽ 13-ാം അധ്യായത്തിൽ സർവവേദാന്തസാരം യൽ ബ്രഹ്മാത്മേകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ഠം കൈവല്യേക പ്രയോജനം. സർവവേദാന്തസാരമാണ് ഭാഗവതം. ഇതിഹാസ പുരാണങ്ങളുടെ ഉദ്ദേശ്യം വേദാന്തത്തെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മുന്നിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അത് 2 ഇതിഹാസങ്ങളിലും, മഹാഭാരതത്തിലും വാൽമീകി രാമായണത്തിലും സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത് എന്ന് മഹാഭാരതത്തിൽ കാണാം. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തെ സമ്യക്കാവും വണ്ണം നല്ല രീതിയിൽ വിസ്തരിക്കുകയാണ് വേണ്ടത്. ഇനി വാൽമീകി രാമായണത്തിൽ വാൽമീകി മഹർഷി ലവകുശന്മാർക്കായി വാൽമീകി രാമായണം, താൻ എഴുതിയ രാമായണം പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നിടത്ത് വേദോപബൃംഹണാർത്ഥായ താവ് അഗ്രാഹയത പ്രഭു എന്ന് പറയുന്നത് കാണാം. വേദത്തെ വിസ്തരിക്കുക, ഉപബൃംഹണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി രാമായണം വാൽമീകി മഹർഷി ലവകുശന്മാർക്കായി പഠിപ്പിച്ചു കൊടുത്തു എന്ന്. അപ്പോൾ ഇതിഹാസ പുരാണങ്ങളുടെ ഉദ്ദേശ്യം വേദാന്ത തത്വങ്ങളെ നമ്മെപ്പോലുള്ള സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഭാഗവതവും അത് തന്നെയാണ് ചെയ്യുന്നത്. സർവവേദാന്ത സാരമാണ് ഭാഗവതം. ഭാഗവതത്തിൻ്റെ തുടക്കവും ഒടുക്കവും നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ താല്പര്യത്തെ നിർണയിക്കാൻ 6 ലിംഗങ്ങളെ പറയും. അതിൽ 1-ാമത്തത് ഉപക്രമോപസംഹാരങ്ങളാണ്. ഉപക്രമം, ഉപസംഹാരം. അപ്പോൾ ഭാഗവതത്തിൻ്റെ ഉപക്രമവും ഉപസംഹാരവും നോക്കിയാൽ
ഭാഗവതം തുടങ്ങുന്നത് ബ്രഹ്മസൂത്രങ്ങളിലെ ബ്രഹ്മനിർദ്ദേശക സൂത്രമായ ജന്മാദ്യസ്യ യഥാ എന്ന സൂത്രത്തിലാണ്. ആ ശ്ലോകം അവസാനിക്കുന്നത് പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നമുക്കറിയാം 13-ാമത്തെ അധ്യായത്തിലും സത്യം പരം ധീമഹി എന്നത് നമുക്ക് കാണാം. അപ്പോൾ ഭാഗവതത്തിൻ്റെ വിഷയം പരമമായ സത്യമാണ്. സർവവേദാന്തസാരം പരമമായ സത്യമാണ്. കേവലമായ അദ്വിതീയമായ അഖണ്ഡമായ സച്ചിദാനന്ദബോധം. അപ്പം സർവവേദാന്തസാരമാണ് ഭാഗവതം. സർവവേദാന്തസാരം യൽ ബ്രഹ്മാത്മേകത്വലക്ഷണം. ബ്രഹ്മാത്മേകത്വം ലക്ഷണമായിട്ടുള്ളതാണ്. ബ്രഹ്മാത്മേകത്വം എന്ന് വെച്ചാൽ ജീവ ബ്രഹ്മ ഐക്യം എന്നർത്ഥം. ഞാൻ ഇന്നലെ ഒരു ദിവസം ജനിച്ച് നാളെ ഒരു ദിവസം മരിക്കുന്ന, മൂത്രവും മാംസവും മലവും ചാലുമൊക്കെ നിറഞ്ഞ ഈ ഒരു ശരീരമല്ല, മറിച്ച് അഖണ്ഡമായ സച്ചിദാനന്ദ ബോധമാണ്. ഈ ഒരു ജ്ഞാനം, അത് പ്രകാശിക്കൽ, അവിടെ ഭേദങ്ങളൊക്കെ അസ്തമിക്കുന്നു. അത് തന്നെ എന്ത്? ജീവബ്രഹ്മൈക്യം, ബ്രഹ്മാത്മേകത്വം. വസ്തു അദ്വിതീയം തന്നിഷ്ഠം. ഭാഗവതത്തിൽ അദ്വിതീയമായ പരമമായ വസ്തുവാണ് ആദ്യം മുതൽക്ക് അവസാനം വരെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഭാഗവതത്തെ ശ്രദ്ധയോടുകൂടി ഉപാസിച്ചാൽ, കേട്ടാൽ കൈവല്യേക പ്രയോജനം. ഭാഗവത ശ്രവണത്തിൻ്റെ പരമമായ പ്രയോജനം എന്താണ്? കൈവല്യമാണ്. കേവലമായ സ്വരൂപാനുഭൂതി അല്ലെങ്കിൽ സ്വരൂപത്തിലുള്ള ഇരിപ്പ്. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് തന്നിൽ താനായി പ്രകാശിക്കുന്ന അഖണ്ഡമായ ചൈതന്യം എന്നറിഞ്ഞ് ആ സച്ചിദാനന്ദ ചൈതന്യത്തിലുള്ള ഇരിപ്പ്, അത് തന്നെ കൈവല്യം. അപ്പോൾ അങ്ങനെയുള്ള ഭാഗവതം, സർവവേദാന്തസാരമായ ഭാഗവതം, വേദാന്തത്തിൻ്റെ ഗാംഭീര്യം വഹിക്കുന്നതോടൊപ്പം തന്നെ ഭക്തിയുടെ സൗന്ദര്യവും കൂടി ചേർന്നതാണ്. ഇപ്പോൾ വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ലേശം ഗഹനമാവാം. സാധാരണക്കാർക്ക് അത്ര സൗന്ദര്യം പ്രാഥമിക തലത്തിൽ വായിച്ച് തുടങ്ങുന്ന സമയത്തെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എന്നാൽ ഭാഗവതം ഒരേ സമയം വേദാന്തത്തിൻ്റെ ഗാംഭീര്യവും ഭക്തിയുടെ സൗന്ദര്യവും സമന്വയിച്ച ഗ്രന്ഥമാണ് എന്നർത്ഥം. സ്വാമിജി തന്നെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഭക്തിസൂത്രങ്ങളുടെയും ബ്രഹ്മസൂത്രങ്ങളുടെയും സമന്വയമാണ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതെ, യോഗസൂത്രങ്ങളുടെയും. ഭക്തി, യോഗ, ജ്ഞാന സൂത്രങ്ങൾ അഥവാ ബ്രഹ്മസൂത്രങ്ങളുടെ സമന്വയമാണ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയുള്ള ഭാഗവതത്തെ ഒന്ന് പരസ്യപ്പെടുത്തലാണ് ഈ ഒരു മാഹാത്മ്യം കൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഭാഗവതത്തിൽ താല്പര്യവും ശ്രദ്ധയും ജിജ്ഞാസയും വർദ്ധിക്കണം. ഒന്ന് മഹത്തരമാണ്, ശ്രേഷ്ഠമാണ്, ഒരാൾ മഹാത്മാവാണ് എന്നറിയുമ്പോൾ അയാളോട് നമുക്കൊരാദരവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഭാഗവതം ഏറ്റവും മഹത്തരമാണ്, ശ്രേഷ്ഠമാണ്, അതിൻ്റെ വിഷയം ഇന്നതാണ്, ഇങ്ങനെയാണ് ഭാഗവതത്തെ കേൾക്കേണ്ടത്, കേട്ട് കഴിഞ്ഞാൽ ഇന്ന പ്രയോജനം ഉണ്ടാവും എന്നൊക്കെ നാളെ മുതൽക്ക് കേൾക്കാൻ സ്വാമിജി നേരത്തെ പറഞ്ഞ പോലെ സങ്കല്പം എടുത്തിരിക്കുന്ന നമുക്ക് ഇന്ന് തന്നെ ധാരണ ഉറച്ചാൽ നാളെ കേൾക്കുമ്പോൾ ഭാഗവതത്തിലും ഭക്തിയും ശ്രദ്ധയും ജിജ്ഞാസയൊക്കെ കൂടും. മാഹാത്മ്യം പറഞ്ഞു ബോധിപ്പിക്കാനാവില്ല, അത് ആചാര്യന്മാർക്കറിയാം. പിന്നെ എന്തിനാ മാഹാത്മ്യം പറയുന്നത്? നാളെ മുതൽക്ക് 7 ദിവസം ഇവിടെ ഇരുന്ന് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം അനുഭവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക, നമ്മളിൽ താല്പര്യവും
ശ്രദ്ധയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാഹാത്മ്യത്തിൻ്റെ ഉദ്ദേശ്യം. അപ്പം അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നാളെ മുതൽ 7 ദിവസവും ഇവിടെ ഇരുന്ന് സ്വാമിജിയിൽ നിന്നും ഭാഗവതം കേൾക്കാൻ അതിനുള്ള ആരോഗ്യവും എല്ലാം ഭഗവാൻ നമുക്ക് നൽകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.